ഇന്ന് ഞാൻ ഈ 100 രൂപ കൊണ്ടാണ് ഒരു ദിവസം കഴിയാനായിട്ട് പോകുന്നത്. ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചെന്നും എങ്ങനെയാണ് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തതെന്നും നമുക്ക് ഇതിലൂടെ നോക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ വണ്ടിയുടെ ടയർ പൊട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ടയർ കടയിലെ ചേട്ടനെ വിളിച്ചിട്ട് പുതിയ ടയർ മാറി. രാവിലെ തന്നെ അങ്ങനെ വണ്ടിയുടെ ടയർ മാറിയത് കൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി. 2 ദിവസമായിട്ട് വണ്ടി കയ്യിലില്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി അങ്ങനെ റോഡിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ മാറി നിന്നു. അവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം കണ്ട തട്ടുകടയുടെ ഫ്രണ്ടിലോട്ട് വണ്ടി അങ്ങ് നിർത്തി. 100 രൂപ കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ചായയിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കടുപ്പം കുറച്ചൊരു ചൂട് ചായക്ക് പറഞ്ഞു. അങ്ങനെ ചായ കിട്ടി. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർ മുട്ട ബജി അങ്ങോട്ട് ചൂടോടെ ഉണ്ടാക്കി ഇട്ടതേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് നല്ലൊരു ചൂട് മുട്ട ബജി എടുത്ത് കഴിച്ചു. അതിൻ്റെ കൂടെ ചായയും കൂടെ കുടിച്ചു. അങ്ങനെ രാവിലെ ഇപ്പോൾ ഏതായാലും എൻ്റെ കാപ്പ് കൂടി 20 രൂപയിൽ തീർന്നു. 100-ൽ 20 പോയിട്ട് ഇനിയും ബാലൻസ് എൻ്റെ കയ്യിലുള്ളത് 80 രൂപയാണേ. ഞാൻ രാവിലെ ചായ കുടിക്കാൻ ചെന്നപ്പോഴത്തേക്ക് തന്നെ സമയം 10-10:30 കഴിഞ്ഞായിരുന്നു. അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇപ്പോൾ റാന്നിക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. റാന്നിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഒരു ബേക്കറിയിൽ കുട്ടി ഷാർജ ഷേക്കിന് 20 രൂപ എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സംഭവം കൊള്ളാം. നമ്മൾ വീട്ടിൽ വെള്ളമൊക്കെ കുടിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിനകത്ത് നിറച്ചും ഷാർജ. വിത്ത് ഐസ്ക്രീം വരുമ്പോൾ 70 രൂപയും വിത്തൗട്ട് ഐസ്ക്രീം ആണെങ്കിൽ 50 രൂപയും. പിന്നെ നമ്മുടെ ഈ കുട്ടി ഷാർജയ്ക്കാണെങ്കിൽ 20 രൂപയും. ഷാർജ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേര് കുടിക്കുവാണെങ്കിൽ ഇത് കുടിക്കുന്നത് തന്നെ ധാരാളം. പൈസയും കുറവാണ്, ഷാർജ ഒരു ഗ്ലാസ് കുടിക്കുകയും ചെയ്യുക. ഇനിയും ബാലൻസ് ഉള്ളത് 60 രൂപയാണേ. അതും കഴിഞ്ഞിട്ട് ഇനിയും തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ്. പോകുന്ന വഴിക്ക് ഇനി ഇപ്പോൾ ഉച്ചക്കത്തേക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും മേടിക്കണം. അങ്ങനെ അടുത്ത് കണ്ടൊരു കടയിൽ കയറിയിട്ട് അവിടുന്ന് അങ്ങനെ ഒരു പാക്കറ്റ് മാഗി എടുത്തു. ഇതാകുമ്പം പൈസയും കുറവാണ്, കഴിച്ചു കഴിഞ്ഞാൽ വയറും നിറയും. കഴിക്കാനായിട്ട് അങ്ങനെ മാഗി എടുത്തിട്ടുണ്ട്. ഇനിയും കുടിക്കാനായിട്ടും കൂടെ എന്തെങ്കിലും എടുക്കണം. മാഗിക്കാണെന്നുണ്ടെങ്കിൽ 15 രൂപയായി. കുടിക്കാനായിട്ട് 10 രൂപയുടെ ഒരു ജ്യൂസും കൂടെ എടുത്തു. അങ്ങനെ ടോട്ടൽ 25 രൂപയായി. ഇനി എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് 35 രൂപയാണേ. കടയിലെ ഫ്രിഡ്ജിൽ നിന്ന് ജ്യൂസ് എടുത്ത് നേരെ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ചു. വീട്ടിലങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയൊക്കെ ആയിരുന്നു. ഇനി അടുത്ത പരിപാടി മാഗി ഉണ്ടാക്കലാണേ. അതിപ്പോൾ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. നേരെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചു. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ മാഗി എടുത്തങ്ങ് ഇട്ടു. 10 മിനിറ്റ് കൊണ്ട് അങ്ങനെ മാഗി റെഡിയായി കിട്ടി. 10 മിനിറ്റ് കൊണ്ട് റെഡിയായ മാഗി തീർക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിൻ്റെ കൂടെ ഈ കോരി കഴിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കപ്പ് നൂഡിൽസ് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അങ്ങനെ അതെടുത്ത് വെച്ചതുകൊണ്ട് ഇപ്പോൾ ഏതായാലും ഇത് കഴിക്കാൻ ഉപകാരപ്പെട്ടു. പക്ഷേങ്കിൽ അതുകൊണ്ടൊന്നും കഴിച്ചിട്ടൊരു സുഖമില്ലാത്തതുകൊണ്ട് അത് പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് ചോറൊക്കെ വാരി കഴിക്കുന്ന പോലെ കൈ കൊണ്ട് തന്നെ ഞാൻ കഴിച്ചു. മാഗി ഇപ്പോൾ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കുടിക്കണം. ജ്യൂസ് കൊണ്ടുവന്ന പാടെ ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെച്ചതുകൊണ്ട് ഇപ്പോഴും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ജ്യൂസും കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് മാറി, വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ ഏതായാലും ഉടനെയൊന്നും വിശക്കത്തില്ല. എല്ലാം അങ്ങ് സഹിക്കാൻ നോക്കാം. പക്ഷേ ഈ വെയിൽ മാത്രമാണ് കേട്ടോ എത്ര ആണെങ്കിലും സഹിക്കാനേ പറ്റാത്തത്. വൈകുന്നേരം ഇപ്പോൾ സമയം അങ്ങനെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അതുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി സെറ്റ് ആയിട്ടുണ്ട്. വണ്ടി എടുത്തുകൊണ്ട് നേരെ പോയിട്ട് അടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി. കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ദോശയാണ്. അങ്ങനെ 3 ദോശ ഇപ്പോൾ മേടിച്ചിട്ട് ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി ബാലൻസ് ഉള്ളത് 35 രൂപയാണ്. ദോശയ്ക്കായിട്ട് എനിക്ക് ചിലവായത് 30 രൂപയാണ്. പോയിട്ട് ഇനി എൻ്റെ കയ്യിൽ 5 രൂപ ബാലൻസ് ഉണ്ട്. 5 രൂപയ്ക്ക് അങ്ങനെ ഒരു മഞ്ചും കൂടെ കഴിച്ചിട്ട് 100 രൂപ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.